പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കാട്ടുകുളം സ്വദേശി വൈഷ്ണവിയാണ് മരിച്ചത്. ആയിഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ. ഇന്നലെ 9-ാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദീക്ഷിത് വൈഷ്ണവിക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. വൈഷ്ണവിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആൻമകാടുള്ള അവർ ഇവരുടെ വീട്ടിലെത്തുകയും തുടർന്ന് രാത്രി 1:30 മണിയോടുകൂടി മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് വൈഷ്ണവിയെ കൊണ്ടുപോവുകയുമായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വൈഷ്ണവി മരിച്ചു എന്ന വിവരം ഡോക്ടർമാർ അറിയിച്ചു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിലാണ് ഈ അസ്വാഭാവികതകൾ ഉള്ളത്. അതായത് ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടുകൂടിയാണ് പോലീസ് ഭർത്താവായ ദീക്ഷിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. ഇരുവരും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും ഈ ദീക്ഷിത്തിന് വൈഷ്ണവിയെ സംശയമുള്ളതായും മറ്റ് ബന്ധങ്ങൾ ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നതായും ഇതാണ് പിന്നീട് ഒരു തർക്കത്തിലേക്ക് നയിച്ചതും കൊലപാതകത്തിലേക്ക് നയിച്ചതും എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.